നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് എക്സൈസ് ഓഫീസിനു മുന്നിൽ പാട്ടകൊട്ടി നാട്ടുകാർ. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സംഗമമായിരുന്നു പരിപാടി. KCBC മദ്യവിരുദ്ധ സമിതി റീജിയണൽ കമ്മിറ്റിയുടെയും മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ താലൂക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ പാട്ടകുട്ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സംഗമം നടത്തിയത്. ലഹരിയുടെ വ്യാപനവും വിൽപ്പനയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സംഗമം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമുക്കറിയാം, KCBCയിലെ കണ്ടമാനം അല്ലെങ്കിൽ ധാരാളം ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കാരണം മദ്യവിരുദ്ധ സമിതി എന്നൊരു രൂപം കൊടുത്തുകൊണ്ട് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പലയിടത്തും പല ഭാഗങ്ങളിലും പല തവണയും എക്സൈസ് ഓഫീസിൻ്റെ മുന്നിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ മുന്നിലും ഇങ്ങനെയുള്ള ധർണകളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി തുടർന്നു കൊണ്ടുപോകുന്ന ഈ സമര പരിപാടികൾ KCBCയിൽ നിന്ന് മാത്രം പല സംഘടനകളും നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു മാറ്റം നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ പറ്റുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യം നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലൂടെ ചിലരൊക്കെ രംഗത്ത് വന്നാലും അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു. മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വിഷൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പിള്ളിൽ, KCBC മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ, വൈസ് പ്രസിഡന്റ് ജോയ്സ് മുക്കുടം, സെക്രട്ടറി ജോണി കണ്ണാടൻ, ഫൊറോന പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ, മാർട്ടിൻ കീഴേമാടൻ, AT ലൈജു, സജി തെക്കേക്കര, ബേബി സേവ്യർ, പഞ്ചായത്ത് മെമ്പർ രാഹുൽ തങ്കപ്പൻ, KH സലീം, സാബു കുരിശിങ്കൽ, ജോയി പനക്കൽ, ജോസ് കൈതമന, ഷാജി PM, ആന്റണി കോട്ടപ്പടി, KV ഏണസ്റ്റ്, വർഗീസ്, ജോമോൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.